നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ ടെസ്റ്റ് ആണ് ലാസ്റ്റ് പഠിച്ചത്, എമൾസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, നിഷാന എനിക്ക് തരാം. ഓക്കെ, ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. നമുക്ക് അടുത്ത ഹെഡിങ്ങിലോട്ട് പോകാം. അടുത്ത ഹെഡിങ് കൊടുക്കാം, ഡിസീസ് റിലേറ്റഡ് ടു ലിപ്പിഡ് മെറ്റബോളിസം. ഡിസീസ് റിലേറ്റഡ് ടു ലിപ്പിഡ് മെറ്റബോളിസം. ഓക്കെ, അതായത് ലിപ്പിഡ് മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, ഇനി അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. Diabetes mellitus is a group of disease characterized by high levels of blood glucose resulting from defects in insulin production, insulin action or both. അതായത് ഡയബറ്റിക് മെലിറ്റസ് ആണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഡയബറ്റിക് മെലിറ്റസിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ്. ഇത് ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ആണ്, ഒരുപാട് ഡിസീസസ് കൂടി ചേരുന്നതാണ്. ദെൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ലെവൽസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്. അതായത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. ഹൈ ലെവൽസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് റിസൾട്ടിങ് ഫ്രം ഡിഫക്ട്സ് ഇൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ. അതായത് എങ്ങനെയാണ് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന വ്യതിയാനം കാരണമാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ ആക്ഷൻ ഓർ ബോത്ത്. ഒന്നെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിലുള്ള വേരിയേഷൻ കാരണമാകാം, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രവർത്തിക്കുന്നതിലുള്ള വേരിയേഷൻ കാരണം, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരു റീസൺ ആയിട്ട് വരാം, ഓർ ബോത്ത്. എന്നോട് പറയാം, ഡയബറ്റിക് മെലിറ്റസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് characterized by high levels of blood glucose resulting from defects in insulin production, insulin action or both. ഡയബറ്റിക് മെലിറ്റസ് എന്ന ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ആണ്. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയാണ്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ, ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ, അതുകൂടാതെ തന്നെ ഇൻസുലിൻ പ്രവർത്തിക്കുന്നതിൽ, ആക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് രണ്ടും ആകാം, ഇൻസുലിൻ പ്രൊഡക്ഷനിലും ഇൻസുലിൻ ആക്ഷനിലും ഉണ്ടാകുന്ന വ്യതിയാനവും ആകാം. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക, റിസ്ക് ഫാക്ടേഴ്സ്. സബ് ഹെഡിങ് റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ, ആർക്കൊക്കെയാണ് ഇത് വരാനുള്ള ചാൻസ്? ഓക്കെ, അതാണ് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സ്. ഫസ്റ്റ് പോയിന്റ് ഒബേസിറ്റി. ഒബേസിറ്റി മീൻസ് അമിതവണ്ണമുള്ളവരിൽ ഈ ഗ്ലൂക്കോസ് ലെവൽ കൂടും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, ഒബേസിറ്റി മീൻസ് അമിതവണ്ണം. ഓക്കെ, മീൻസ് തടി കൂടുതലുള്ളവരിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സെക്കൻഡ് പോയിന്റ് സ്ട്രെസ് മീൻസ് എന്തെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സർട്ടൈൻ മെഡിക്കേഷൻസ്. മൂന്നാമത്തത് സർട്ടൈൻ മെഡിക്കേഷൻസ്, ചില മെഡിക്കേഷൻസ് കഴിക്കുന്നത് വഴിയും വരാം. ദെൻ ഹൈപ്പർ ടെൻഷൻ മീൻസ് ബി പി കൂടുന്നത് വഴിയും, ബി പി കൂടുതലായിട്ടുണ്ടെങ്കിലും വരാം.
then high cholesterol. കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത് വഴിയും വരാനുള്ള ചാൻസ് ഉണ്ട്. then family history എന്ന് പറഞ്ഞാൽ പാരന്റ്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. then physical inactivity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ഒന്നും ചെയ്യാതെ, അത് മീൻസ് ശാരീരികമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ചെയ്യാതെ ഇരിക്കുന്നത്, അതുമൂലവും വരാം. then last one pregnancy ടൈമിലും വരാം. ഒന്നുകൂടി പറയാം. റിസ്ക് ഫാക്ടേഴ്സ്, ഫസ്റ്റ് പോയിന്റ് ഒബേസിറ്റി മീൻസ് അമിതവണ്ണം ഉള്ളവരിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. then സ്ട്രെസ് ഉണ്ടെങ്കിൽ, then certain medications, then hypertension, then high cholesterol, then family history, then physical inactivity, then pregnancy. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ഡയബറ്റിക് മെലിറ്റസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ type 1 diabetes, second one type 2 diabetes, third one secondary diabetes, fourth one gestational diabetes. എന്നിട്ട് പറയാം ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തത് ടൈപ്പ് 1 ഡയബറ്റിസ്, രണ്ടാമത്തത് ടൈപ്പ് 2 ഡയബറ്റിസ്, മൂന്നാമത്തത് സെക്കൻഡറി ഡയബറ്റിസ്, നാലാമത്തത് ജസ്റ്റേഷണൽ ഡയബറ്റിസ്. കിട്ടിയോ? ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് സിംറ്റംസ്. അടുത്ത സബ് ഹെഡിങ് എടുക്കാം. സിംറ്റംസ്, ലക്ഷണങ്ങൾ. ഓക്കെ. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ എക്സസീവ് തേഴ്സ്റ്റ്. അതായത് ദാഹം കൂടും. ഓക്കെ, അതാണ് എക്സസീവ് തേഴ്സ്റ്റ്. then എക്സസീവ് യൂറിനേഷൻ. അടുത്ത സിംറ്റം എക്സസീവ് യൂറിനേഷനും കൂടും. then തേർഡ് പോയിന്റ് ഫാറ്റീഗ്, ക്ഷീണം ഉണ്ടാകും. then fourth point weight loss, ശരീരഭാരം കുറയും. then blood vision, മങ്ങിയ കാഴ്ച ഉണ്ടാകും. then increased hunger, വിശപ്പും കൂടും. then sores that don't heal, sore means എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ഉണങ്ങത്തില്ല, അതാണ് sores that don't heal. അതായത് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായാൽ ഉണങ്ങത്തില്ല. ഒന്നുകൂടി പറയാം സിംറ്റംസ്. ഫസ്റ്റ് വൺ എക്സസീവ് തേഴ്സ്റ്റ്, ദാഹം കൂടും. then എക്സസീവ് യൂറിനേഷൻ കൂടും. then ഫാറ്റീഗ്, then weight loss, then blood vision, then increased hunger, വിശപ്പ് കൂടും. then sores that don't heal, അതായത് സോർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ഉണങ്ങത്തില്ല. Is it clear? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഡയഗ്നോസിസ്. അടുത്ത ഹെഡിങ് കൊടുക്കുക ഡയഗ്നോസിസ്. രോഗനിർണയം എങ്ങനെയാണ്? ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. സെക്കൻഡ് പോയിന്റ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. തേർഡ് വൺ ലിപ്പിഡ് പ്രൊഫൈൽ. എന്നിട്ട് പറയാം ഡയഗ്നോസിസ്, രോഗനിർണയം. ഫസ്റ്റ് വൺ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, സെക്കൻഡ് വൺ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, തേർഡ് വൺ ലിപ്പിഡ് പ്രൊഫൈൽ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, ലിപ്പിഡ് പ്രൊഫൈൽ. ക്ലിയർ ആയോ? Is it clear? ഓക്കെ. നെക്സ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാ നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഡയറ്റ് ആൻഡ് എക്സസൈസ് മീൻസ് ഡയറ്റ് നമ്മൾ മാനേജ് ചെയ്യണം. ഓക്കെ. ദെൻ എക്സസൈസ്, അതുപോലെ തന്നെ എക്സസൈസ് വഴി നമുക്ക് മാനേജ് ചെയ്യാം. ഫുഡ് കൺട്രോൾ ചെയ്യുന്ന, ഫുഡിൽ എന്താ പറയാ ഗ്ലൂക്കോസ് അടങ്ങിയിരിക്കുന്ന ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് മാനേജ് ചെയ്യാം. ദെൻ എക്സസൈസ് എന്ന് പറഞ്ഞാൽ വ്യായാമങ്ങൾ ചെയ്യുന്ന വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. ദെൻ സെക്കൻഡ് പോയിന്റ് ഇൻസുലിൻ തെറാപ്പി മീൻസ് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അതാണ് ഇൻസുലിൻ തെറാപ്പി, ഇൻസുലിന്റെ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട്. ദെൻ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് തെറാപ്പി.
ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് പറയാം മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ ഡയറ്റ് ആൻഡ് എക്സസൈസ്. സെക്കൻഡ് വൺ ഇൻസുലിൻ തെറാപ്പി. തേർഡ് വൺ ഓറൽ ഹൈപ്പോഗ്ലൈസമിക് തെറാപ്പി. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. എത്രയാണ് ഡയബറ്റിസ് മെലിറ്റസ്? ഒന്നുകൂടി പറയാം. ഡിസീസ് റിലേറ്റഡ് ടു ലിപ്പിഡ് മെറ്റബോളിസം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റത്തെ കണ്ടീഷൻ ഡയബറ്റിസ് മെലിറ്റസ്. Diabetes mellitus is a group of diseases characterized by high levels of blood glucose level resulting from defects in insulin production, insulin action or both. അതായത് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് DM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ആണ്. അതായത് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന കണ്ടീഷൻ ആണ്. എങ്ങനെയാണ് അങ്ങനെ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻസുലിൻ ആക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് രണ്ടും ഓർ ബോത്ത് മീൻസ് ഇൻസുലിൻ പ്രൊഡക്ഷനിലും ഇൻസുലിൻ ആക്ഷനിലൊക്കെ ഡിഫക്ട്സ് ഉണ്ടെങ്കിലൊക്കെ വരാം. ദെൻ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ആർക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബേസിറ്റി, ദെൻ സ്ട്രെസ്, ദെൻ സർട്ടൈൻ മെഡിക്കേഷൻസ്, then hypertension, then high cholesterol, then family history, then physical inactivity, then pregnancy. Next classification 4 type ആണുള്ളത്. Type 1 diabetes, type 2 diabetes, then secondary diabetes, then gestational diabetes. Next symptoms അതായത് ലക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. In that first one excessive thirst means ദാഹം കൂടും. Then excessive urination, ഉയർന്ന രീതിയിലുള്ള urination ഉണ്ടാകും. Then fatigue, then weight loss means ഭാരം കുറയും. Then blood vision, മങ്ങിയ കാഴ്ച ഉണ്ടാകും. Then increased hunger, വിശപ്പ് കൂടും. Then sores that don't heal, അതായത് മുറിവുകളൊക്കെ ഉണ്ടാവും, അത് ഉണങ്ങത്തില്ല. Then diagnosis ആണ് രോഗനിർണയം. In that first one fasting blood sugar, second one postprandial blood sugar, third one lipid profile. Then management, എങ്ങനെയൊക്കെ നമുക്ക് ഈ രോഗത്തെ മാനേജ് ചെയ്യാന്ന്. ഡയറ്റ് ആൻഡ് എക്സസൈസ് വഴി മാനേജ് ചെയ്യാം. Then insulin therapy, then oral hypoglycemic therapy. Is it clear? Clear ആയോ? Okay. സെല്ലിയ. ഡയബറ്റിസ് മെലിറ്റസ് ഡെഫിനിഷൻ പറ. Okay, good. Shamna, what are the risk factors? Okay. Nishana, okay, what are the classification? Okay, good. Adulya, what are the symptoms? Okay. Shemina, what are the diagnosis? Okay. Risana, okay, what are the management? Okay, good. Okay, അപ്പോൾ നമുക്ക് അടുത്ത കണ്ടീഷനിലോട്ട് പോകാം. രണ്ടാമത്തെ കണ്ടീഷൻ ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയ. സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയ, ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയ. സ്പെല്ലിംഗ് വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ, എന്താന്ന് നോക്കാം. ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയ ഈസ് എ കോമൺ ഡിസോർഡർ. It results from an inability to break down lipids or fats in the body, specifically cholesterol and triglycerides. അതായത് ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്.
it results from an inability to break down lipids or fat in the body. അതായത് ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്സ് ബ്രേക്ക് ഡൗൺ നടക്കില്ല. ഇന്നബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ലിപ്പിഡ്സ് ഓർ ഫാറ്റ്സ് ഇൻ ദ ബോഡി. അതായത് ശരീരത്തിൽ ലിപ്പിഡ്സ് ഫാറ്റ്സിന്റെ ബ്രേക്ക് ഡൗൺ കറക്റ്റ് ആയിട്ട് നടക്കുന്നത്. എന്താ പറയാ, എബിലിറ്റി ഇല്ല, അതിനുള്ള ഒരു കഴിവ് നഷ്ടമാകുമ്പോഴാണ് ഈ ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമിയ വരിക. മീൻസ് ശരീരത്തിലെ ലിപ്പിഡ്സിന്റെയും ഫാറ്റിന്റെയും ബ്രേക്ക് ഡൗൺ നടക്കാത്ത സിറ്റുവേഷനിലാണ് ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമിയ വരിക. സ്പെസിഫിക്കലി കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്, അതായത് ഫാറ്റും ലിപ്പിഡ്സിനും പ്രധാനമായിട്ട് വരുന്നത് കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സിന്റെ ബ്രേക്ക് ഡൗൺ നടക്കാത്തത് കൊണ്ടാണ്. സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡ്സിന്റെയും ബ്രേക്ക് ഡൗൺ നടക്കാത്തത് കൊണ്ട് നടക്കൂല. ഇന്നബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ദ എന്താ പറയാ ഫാറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ് ഇൻ ദ ബോഡി, സ്പെസിഫിക്കലി കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്. അതായത് ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സിന്റെ ബ്രേക്ക് ഡൗൺ ശരീരത്തിൽ നടക്കില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ കണ്ടീഷൻ വരുന്നത്. സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സിന്റെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കാത്തത്. അത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ അത്രയും? Okay, then continuation. There are several types of hyperlipoproteinemia. The type depends on the concentration of lipids and which are affected. അതായത് there are several types of hyperlipoproteinemia. ഹൈപ്പർലിപ്പോപ്രോട്ടീനിയമിക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഈ ടൈപ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലിപ്പിഡ്സിന്റെ കോൺസെൻട്രേഷനെ ആണ്. അതായത് ഏത് ലിപ്പിഡിന്റെ കോൺസെൻട്രേഷനെയാണ് അത് അഫക്ട് ചെയ്തതെന്ന് ഉള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ടൈപ്സ് നിർണ്ണയിക്കപ്പെടുന്നത്. The types depends on the concentration of lipids and which are affected. അതായത് ലിപ്പിഡ്സിന്റെ കോൺസെൻട്രേഷനെ അനുസരിച്ചിട്ടാണ് ടൈപ്സ് ഉള്ളത്. അതായത് ഏത് ലിപ്പിഡിനെയാണ് അഫക്ട് ചെയ്തെന്നുള്ള രീതിയിൽ. ഓക്കെ, ഒന്നുകൂടി പറയാം. Hyperlipoproteinemia ആണ് condition. In that, hyperlipoproteinemia is a common disorder. It results from an inability to break down lipids or fats in the body, specifically cholesterol and triglycerides. Then there are several types of hyperlipoproteinemia. The type depends on the concentration of lipids and which are affected. അതായത് ഹൈപ്പർലിപ്പോപ്രോട്ടീനിമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ശരീരത്തിലെ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സിന്റെ ബ്രേക്ക് ഡൗൺ നടക്കാതെ വരുമ്പോഴാണ്. അതായത് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡ്സിന്റെയും ഒക്കെ എന്താ പറയാ ബ്രേക്ക് ഡൗൺ നടക്കാത്ത സിറ്റുവേഷനിലാണ് വരുന്നത്. Then there are several types of hyperlipoproteinemia. ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഈ ടൈപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലിപ്പിഡ്സിന്റെ കോൺസെൻട്രേഷനെ അനുസരിച്ചിട്ടാണ്. അതായത് ഏത് ലിപ്പിഡിനെയാണ് അഫക്ട് ചെയ്തത് ആ ഒരു ഇതിനെ ആശ്രയിച്ചിട്ടാണ് ടൈപ്സ് നിർണ്ണയിക്കുന്നത്. Is it clear? ക്ലിയർ ആയോ? Is it clear? Okay. Next, causes എന്ന് കൊടുക്കാം. സബ് ഹെഡിങ് causes. കാരണങ്ങൾ. Okay. Okay, in that hyperlipoproteinemia can be primary or secondary condition. അതായത് രണ്ടായിട്ടുണ്ട്, പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി. അതിന്റെ അനുസരിച്ചിട്ടാണ് കോസസ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, കോസസ് സബ് ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്തിട്ട് hyperlipoproteinemia can be primary or secondary condition. അതായത് hyperlipoproteinemia പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി കണ്ടീഷനും ഉണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് primary hyperlipoproteinemia. Primary hyperlipoproteinemia. Okay, എന്താന്ന് നോക്കാം. Primary hyperlipoproteinemia is often genetic. It's a result of a defect or mutation in lipoproteins. This changes results in problems with the accumulation of lipids in the body. അതായത് പ്രൈമറി ഹൈപ്പർലിപ്പോപ്രോട്ടീനിമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക് ആണ്, ജനിതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ ആണ്. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് എ ഡിഫക്റ്റ് ഓർ മ്യൂട്ടേഷൻ ഇൻ ലിപ്പോപ്രോട്ടീൻസ്. അതായത് ലിപ്പോപ്രോട്ടീൻസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ്, തകരാറ് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ, അതിലുണ്ടാകുന്ന വ്യതിയാനം കാരണമാണ് ഉണ്ടാകുന്നത്. Okay, then this changes results in problems with the accumulation of lipids in the body. ഈ ഒരു ചേഞ്ച് എന്തിലോട്ട് നയിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ലിപ്പിഡ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ പ്രോബ്ലം വരുത്തും. ഓക്കെ, അതായത് ബോഡിയിൽ ലിപ്പിഡ്സ് അക്യുമുലേറ്റ് ചെയ്യുന്ന കൂടിച്ചേരുന്നതിന് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നതിൽ വ്യത്യാസം വരുത്തും. എന്നിട്ട് പറയാം, പ്രൈമറി ഹൈപ്പർലിപ്പോപ്രോട്ടീനിമിയ is often genetic. It's a result of a defect or mutation in lipoproteins. This changes results in problems with accumulation of lipids in the body. അതായത് പ്രൈമറി ഹൈപ്പർലിപ്പോപ്രോട്ടീനിമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക് ആണ്.
then it's the result of a defect or mutation in lipoproteins. അതായത് ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലിപ്പോപ്രോട്ടീൻസിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ് തകരാറ് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ വ്യതിയാനം കാരണമാണ് ഇത് എന്തിലോട്ട് നയിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ചേഞ്ചസ് റിസൾട്ട്സ് ഇൻ ഈ ഒരു ചേഞ്ച് എന്തിലോട്ട് നയിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലംസ് വിത്ത് അക്യുമുലേഷൻ ഓഫ് ലിപ്പിഡ്സ് ഇൻ ദ ബോഡി അതായത് ശരീരത്തിൽ ലിപ്പിഡ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. Is it clear? Okay. Then second point, secondary hyperlipoproteinemia. Secondary hyperlipoproteinemia is the result of other health conditions that lead to high levels of lipids in the body. Secondary hyperlipoproteinemia is the result of other health conditions that lead to high levels of lipids in the body. അതായത് സെക്കൻഡറി ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഹെൽത്ത് കണ്ടീഷൻസ് മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് എന്തിലോട്ട് നയിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ഹൈ ലെവൽസ് ഓഫ് ലിപ്പിഡ്സ് മീൻസ് ലിപ്പിഡ്സിന്റെ അളവ് കൂടുന്നതിന് കാരണമാകും. Secondary hyperlipoproteinemia is the result of other health conditions that lead to high levels of lipids in the body. അതായത് സെക്കൻഡറി ഹൈപ്പർലിപ്പോപ്രോട്ടീനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മെഡിക്കൽ കണ്ടീഷൻസ് വേറെ അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് എന്തിലോട്ട് നയിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ലിപ്പിഡ്സിന്റെ അളവ് കൂടുന്നതിന് കാരണമാകും. Then this includes അതായത് ഏതൊക്കെ അസുഖങ്ങളുടെ ഭാഗമായിട്ടാണ് വരുന്നത്. This includes first one diabetes, second one hypothyroidism, third one pancreatitis, fourth one use of certain drugs such as steroids and contraceptives, then certain lifestyle choices. Certain lifestyle choices. ഓക്കെ, അതായത് സെക്കൻഡറി ഹൈപ്പർലിപ്പോപ്രോട്ടീനീമിയ വരാനുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റീസൺസ് ആണ് പറയുന്നത്. ഒന്നാമത്തത് ഡയബറ്റിസ്. ഓക്കെ, ഒന്നാമത്തെ ഡയബറ്റിസ്, രണ്ടാമത്തത് ഹൈപ്പോതൈറോയിഡിസം. ഡയബറ്റിസ് അറിയാമല്ലോ എല്ലാവർക്കും. ദെൻ ഹൈപ്പോതൈറോയിഡിസം മീൻസ് തൈറോക്സിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷൻ. ദെൻ പാൻക്രിയാറ്റൈറ്റിസ് മീൻസ് പാൻക്രിയാസിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ. ദെൻ യൂസ് ഓഫ് സർട്ടൻ ഡ്രഗ്സ് സച്ച് ആസ് സ്റ്റിറോയിഡ്സ് ആൻഡ് കോൺട്രാസെപ്റ്റീവ്സ്. ചില ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വഴി, അതായത് സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് വഴി. ദെൻ സർട്ടൻ ലൈഫ് സ്റ്റൈൽ ചോയ്സസ്, അതായത് എന്താ പറയാ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ, ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾ കാരണം, അതായത് എന്താ പറയാ ഇപ്പൊ ആൽക്കഹോളിസം അല്ലെങ്കിൽ അതുപോലെയുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻആക്ടിവിറ്റിയിലൊക്കെ വരുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ വരുന്ന മാറ്റം. ക്ലിയർ ആയോ? Is it clear? കോസസ് ഒന്നുകൂടി പറയാം. കോസസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമിയ ക്യാൻ ബി പ്രൈമറി ഓർ സെക്കൻഡറി കണ്ടീഷൻ. അതായത് ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമിയ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് പ്രൈമറി ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമിയ ഈസ് ഓഫ് ഓൺ ജെനറ്റിക്. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് എ ഡിഫക്റ്റ് ഓർ മ്യൂട്ടേഷൻ ഇൻ ദ ലിപ്പോപ്രോട്ടീൻസ്. ദിസ് ചേഞ്ചസ് റിസൾട്ട്സ് ഇൻ പ്രോബ്ലംസ് വിത്ത് അക്യുമുലേഷൻ ഓഫ് ലിപ്പിഡ്സ് ഇൻ ദ ബോഡി. അതായത് പ്രൈമറി ഹൈപ്പോലിപ്പോപ്രോട്ടീനിമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക് ആണ്, ജനിതകപരമായിട്ടുള്ളതാണ്. അതായത് ലിപ്പോപ്രോട്ടീൻസിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ് അല്ലെങ്കിൽ വ്യതിയാനം കാരണമാണ്. ഇത് എന്തിലോട്ട് നയിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ലിപ്പിഡ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ പ്രോബ്ലംസിന് കാരണമാകും. Then secondary hyperlipoproteinemia is the result of other health conditions that lead to high levels of lipids in the body. അതായത് സെക്കൻഡറി ഹൈപ്പർലിപ്പോപ്രോട്ടീനിമിയ വരുന്നത് വേറെ കണ്ടീഷൻസിന്റെ വേറെ ഹെൽത്ത് കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടാണ്. അത് എന്തിലോട്ട് നയിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ ലിപ്പിഡ്സിന്റെ ഹൈ ലെവലിന് കാരണമാകും. Then this includes അതായത് ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്നാണ് പറയുന്നത്. ഡയബറ്റിസ്, ഹൈപ്പോതൈറോയിഡിസം, പാൻക്രിയാറ്റൈറ്റിസ്, then use of certain drugs such as steroids and contraceptives, then certain lifestyle choices. Clear ആയോ? Is it clear? Okay. Next symptoms. It's a heading കൊടുക്കുക symptoms. Okay, in that first point ആയിട്ട് എഴുതാം lipid deposits are the main symptoms of hyperlipoproteinemia. അതായത് ശരീരത്തിൽ ലിപ്പിഡ് ഡിപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സിംറ്റം ആയിട്ട് വരുന്നത്. Lipid deposits are the main symptoms of hyperlipoproteinemia. Then continuation, the location of lipid deposits can help to determine the type.
അതായത് ലിപ്പിഡ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്ത് ലിപ്പിഡിന്റെ ഡിപ്പോസിഷൻ എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് അതിന്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, മീൻസ് നിർണ്ണയിക്കുന്നത്. Then some lipids deposits, called xanthomas. Xanthomas are yellow and crusty. They occur on the skin. അതായത് ചില സം ലിപ്പിഡ് ഡിപ്പോസിറ്റ്, ചില ലിപ്പിഡ് ഡിപ്പോസിറ്റിനെ സാന്തോമസ് എന്ന് പറയുന്നു, സാന്തോമസ് എന്ന് വിളിക്കുന്നു. ഈ സാന്തോമസ് എന്ന് പറഞ്ഞ ലിപ്പിഡ് ഡിപ്പോസിറ്റ് യെല്ലോ കളറുമാണ്, ക്രസ്റ്റി ആണ്. ക്രസ്റ്റി എന്ന് പറഞ്ഞാൽ കട്ട പിടിച്ച രീതിയിലും ആണ്. ദെൻ ദേ ഒക്കർ ഓൺ ദ സ്കിൻ, ഇത് സ്കിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഫസ്റ്റത്തെ സിംറ്റംസിൽ വരുന്ന പോയിന്റ്, ലിപ്പിഡ് ഡിപ്പോസിറ്റ്സ് ആർ ദ മെയിൻ സിംറ്റംസ് ഓഫ് ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമിയ. ലിപ്പിഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് പ്രധാന ലക്ഷണമായിട്ടുള്ളത്. ദ ലൊക്കേഷൻ ഓഫ് ലിപ്പിഡ് ഡിപ്പോസിറ്റ് ക്യാൻ ഹെൽപ് ടു ഡിറ്റർമൈൻ ദ ടൈപ്പ്. അതായത് ലിപ്പിഡ് ഡിപ്പോസിറ്റ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ടൈപ്പ് നിർണ്ണയിക്കുന്നത്. Then some lipid deposits called xanthomas are yellow and crusty. അതായത് ചില ലിപ്പിഡ് ഡിപ്പോസിറ്റിനെ സാന്തോമസ് എന്ന് വിളിക്കുന്നു. ഇത് യെല്ലോ കളർ അല്ലെങ്കിൽ മഞ്ഞ കളർ അല്ലെങ്കിൽ ക്രസ്റ്റി ആയിരിക്കും, മീൻസ് കട്ട പിടിച്ചിട്ട് ആയിരിക്കും. ദേ ഒക്കർ ഓൺ ദ സ്കിൻ, ഇത് സ്കിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. Then second point, may people with this condition experience no symptoms. അതായത് many people with this condition experience no symptoms. എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് എന്താണ് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല, ലക്ഷണങ്ങൾ വരുന്നില്ല. ഓക്കെ, then they may become aware of it when they develop a heart condition. ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴാണ് എന്താ പറയുക ഈ ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമിയ വന്നു എന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹാർട്ട് കണ്ടീഷൻ, എന്തെങ്കിലും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, എന്നിട്ട് പറയാം, മെനി പീപ്പിൾ വിത്ത് ദിസ് കണ്ടീഷൻ എക്സ്പീരിയൻസ് നോ സിംറ്റംസ്. ദേ മേ ബിക്കം അവെയർ ഓഫ് ഇറ്റ് വെൻ ദേ ഡെവലപ്പ് എ ഹാർട്ട് കണ്ടീഷൻ. അതായത് ഒരുപാട് പീപ്പിൾസിലും എന്താണ് ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ സിംറ്റംസ് എന്താ പറയാ സിംറ്റംസ് പ്രകടിപ്പിക്കത്തില്ല അല്ലെങ്കിൽ അത് കാണിക്കത്തില്ല. ദേ മേ ബിക്കം അവെയർ ഓഫ് ഇറ്റ് വെൻ ദേ ഡെവലപ്പ് എ ഹാർട്ട് കണ്ടീഷൻ. പക്ഷെ അവർക്ക് എപ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ വന്നെന്ന് മനസ്സിലാകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യണം, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഹൃദയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, അതർ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമിയ ഇൻക്ലൂഡ്. അതായത് വേറെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്നാണ് പറയുന്നത്. ഇൻ ദാറ്റ് പാൻക്രിയാറ്റൈറ്റിസ്, ദെൻ അബ്ഡോമിനൽ പെയിൻ, then enlarged liver or spleen, then stroke, then heart attack. ഇത്രയുമാണ് അടുത്ത ലക്ഷണങ്ങളായി ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നതിന്റെ അടുത്ത ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് ആണ്, then അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, then enlarged liver or spleen, ലിവർ അല്ലെങ്കിൽ സ്പ്ലീൻ enlarge ആകും, മീൻസ് വികസിക്കും, then stroke, then heart attack. ഇത്രയും അതർ സിംറ്റംസ് ആയിട്ട് വരുന്നു. ഒന്നുകൂടി പറയാം, സിംറ്റംസ്. In that first point, lipid deposits are the main symptoms of hyperlipoproteinemia. Hyperlipoproteinemia main symptom എന്ന് പറഞ്ഞാൽ മെയിൻ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പിഡ് ഡിപ്പോസിറ്റ്സ് ആണ്. Then the location of lipid deposits can help to determine the type. അതായത് എവിടെയാണ് ഈ ലിപ്പിഡ് ഡിപ്പോസിറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിന്റെ ടൈപ്പ് നിർണ്ണയിക്കുന്നത്. Then some lipid deposits called xanthomas. ചില ലിപ്പിഡ് ഡിപ്പോസിറ്റിനെ നമ്മൾ xanthomas എന്ന് വിളിക്കുന്നു. ആർ യെല്ലോ ആൻഡ് ക്രസ്റ്റി. ഈ xanthomas എന്താണ് യെല്ലോ കളർ അല്ലെങ്കിൽ ക്രസ്റ്റി ആണ്, മഞ്ഞ കളറും അതുപോലെ തന്നെ കട്ട പിടിച്ചതുമാണ്. ദേ ഒക്കർ ഓൺ ദ സ്കിൻ, ഇത് സ്കിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, മെനി പീപ്പിൾ വിത്ത് ദിസ് കണ്ടീഷൻ എക്സ്പീരിയൻസ് നോ സിംറ്റംസ്. ഒരുപാട് ആൾക്കാരിലും എന്താണ് ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിന് സിംറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യില്ല, സിംറ്റംസ് പ്രകടിപ്പിക്കില്ല, സിംറ്റംസ് ഉണ്ടാകില്ല. ദേ മേ ബിക്കം അവെയർ ഓഫ് ഇറ്റ് വെൻ ദേ ഡെവലപ്പ് എ ഹാർട്ട് കണ്ടീഷൻ. എപ്പോഴാണ് ഇവർക്ക് ഹാർട്ട് മീൻസ് സിംറ്റംസ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഒന്നും മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. Then next point, other signs and symptoms of hyperlipoproteinemia include. അതുകൂടാതെ ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് പാൻക്രിയാറ്റൈറ്റിസ്, then abdominal pain, then enlarged liver or spleen, then stroke, then heart attack. Clear ആയോ? Is it clear? Okay. Next subheading കൊടുക്കുക, diagnosis. Next diagnosis. Okay, in that first one blood test, second one thyroid function test, third one liver function test, next one uric acid, next one glucose, next one protein in the urine. എന്നിട്ട് പറയാം diagnosis. First one blood test, second one thyroid function test, third one liver function test, next one uric acid, next one glucose, next one
protein in the urine. Clear ആയോ? Okay. Diagnosis, first one blood test. Second one thyroid function test. Third one liver function test. Fourth one uric acid. Next one glucose. Next one protein in the urine. Clear ആയോ? Okay. ഷെമീന, ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയമ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഡെഫിനിഷൻ പറയാം. ഓക്കെ, ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ആണ്. ടൈം ആയിട്ടുണ്ട്. താങ്ക് യു.